ഡോക്ടർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾക്കൊരു ആൻസർ ഞങ്ങൾക്ക് കണ്ടില്ല. കാരണം യൂറിൻ ഇൻഫെക്ഷൻ മാത്രമായിട്ട് പെങ്ങൾ പോയതാണ്, വീട്ടിൽ നിന്ന് പോയതാണ്, ഹോസ്പിറ്റലിലോട്ട് പോയതാണ്. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഏകദേശം 1 മിനിറ്റ് മുമ്പേ വരെ ഞങ്ങൾ അമ്മേനെ അളിനൊക്കെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ടെസ്റ്റിനായിട്ട് ആളിനെ സാമ്പിൾ കൊടുത്തിട്ട് സാമ്പിൾ താഴെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും കുറേ ഒരു ചേട്ടൻ ഓടി വന്ന് പറഞ്ഞ് വയ്യ എന്ന് പറഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അളിയനെ ഓടി അവിടെ ചെല്ലുമ്പോൾ തീരെ ശ്വാസമില്ല, ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2-3 ഡോക്ടർ പറഞ്ഞു ഇതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് CPR കൊടുത്തോണ്ടിരുന്ന അവിടുന്ന് പിന്നെ ഒരു ഡോക്ടർ വന്ന് അത് ചെറിയൊരു ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. 15-ാം തീയതി നടന്ന സംഭവമാണ്. ഈ സംഭവം നടന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിൽ നടക്കുമ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു നീതി ഇതിന് കിട്ടിയില്ല എന്നുള്ളതാണ്. മരണപ്പെട്ടതിന് ശേഷം ഇത്രയും സമയമായിട്ടും ഈ ബോഡി കൊണ്ടുവച്ച് ഈ ഉപരോധ സമരം, ജനകീയ സമരം മനസ്സിലായില്ല, അത് നടന്നിട്ട് പോലും അതിനൊരു മുഖവിലയ്ക്കെടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പം ADM വന്ന് സബ് കളക്ടറുമായി റെസ്റ്റ് ഹൗസിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കിട്ടുക. 2, ആ ഉദ്യോഗസ്ഥരെ, ഇത് അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് പോയിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി കൊടുക്കണം. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ADM പറഞ്ഞത് ഈ 2 കാര്യങ്ങൾ പരിഹരിക്കാം, ജോലി കാര്യം ഗവൺമെൻറ്റിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമരം 4 മണിക്ക് ആരംഭിച്ച സമരമാണ്. ഇതിൻ്റെ ഒരു കൃത്യമായ റിട്ടേൺ എഴുതി തരുന്ന മറുപടി കിട്ടാതെ ഉപരോധ സമരത്തിൽ നിന്ന് പിൻപോട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഡോക്ടർ ഏത് ഇഞ്ചക്ഷനാണ് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഡോക്ടർ ഇഞ്ചക്ഷൻ ഗ്യാസിൻ്റെ ഏതോ ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് പറയുന്നു. ആളില്ലാത്ത സമയത്ത് ഡോക്ടർ ഏത് ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വോയിസ് ക്ലിപ്പ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഇത് കണ്ട് ഈ സംഭവം കണ്ട് ഇവിടെ ഈ ദൃക്സാക്ഷിയായിട്ട് ഒരാൾ 17-ാം വാർഡിലോ 14-ാം വാർഡിലോ ഉണ്ട്. അയാൾ ഇന്നലെ രാത്രിയും കൂടി വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ. അയാൾ എവിടെ വേണം എന്ന് പറയാം, എന്ത് കണ്ട സംഭവങ്ങൾ അയാളെ സഹോദരി വന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയും കൂടി വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അല്ല, കേരളത്തിൽ വരുമ്പോൾ വെൽക്കം ടു കേരള എന്ന് അറിയാൻ ചെയ്യും. 4 സൈഡിലും ക്യാമറ ഫിറ്റ് ചെയ്ത് ജനത്തെ വളരെ ദയനീയമായ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. എന്ത് മരുന്നാ കൊടുത്തെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചിട്ട് പോലും അവർ പറഞ്ഞില്ല. അതെ, അങ്ങനെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സർജനെ കാണിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അഡ്മിറ്റ് ആകൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്ന് നോക്കാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7 ട്രിപ്പും കൊണ്ടിട്ട് വേറെ പറയാറുണ്ടാ ആവുമ്പോ ചത്ത് ഇവിടെ ഒരുത്തരും വന്നില്ല. തള്ളൽ രാവിലെ IV സൈസ് വന്ന് അവനെ ഇവരെല്ലാം പറയണ്ട. ഇവിടെ MLA വന്നില്ല, ഒരു ആരോഗ്യമന്ത്രിയും വന്നില്ല. ഇവിടെ മാരാട്ട സുരേഷ് ഉണ്ടായിരുന്നു, അവൻ്റെ അനിലും ഉണ്ടായിരുന്നു. അനിലിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ഇവിടെ മറ്റേ താലൂക്ക് ഓഫീസിൽ ചർച്ചയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നത്. തുടങ്ങിയത് 6 മണിക്ക് തുടങ്ങി. നമ്മൾ പ്രകടനമൊക്കെ വേറെ സംഭാഷണമൊക്കെ വേറെ 4 മണിക്ക് തുടങ്ങി. ഈ ബോഡി 6 മണിക്ക് വന്ന് 6 മണിയായിട്ട് ഇവിടെ പ്രശ്നമാണ്. ഒരു ഇനി വേറെ പറയണ്ട, പോട്ടാ, ഇനി വല്ല പറയട്ടെ, പറയും, ഞാൻ പറഞ്ഞുതരാം.